ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർവലിൻ്റെ കോമിക്കായിട്ടുള്ള സീക്രട്ട് വാർസ് എന്നുള്ളൊരു കോമിക്ക് നമ്മളിപ്പം അതിൻ്റെ ഒരു ഒറിജിനൽ കോമിക് ബുക്ക് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചപ്പോൾ ചെറിയൊരു പണി കിട്ടി, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇതേപോലുള്ള കോമിക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഈ ഒരു സീക്രട്ട് വാർസിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുന്ന സമയങ്ങളെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ബുക്കിൻ്റെ ആ ഒരു സംഭവത്തിലോട്ട് വരുവാണെങ്കിൽ ഏകദേശം ബുക്കിന് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹാർഡ് കവറും അതുപോലെ തന്നെ പേപ്പർ ബാക്ക് എന്നുള്ള 2 വെർഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ ബാക്ക് എന്നുള്ള ഒരു വെർഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഈ ഒരു ഫസ്റ്റ് പേജ്, അതായത് ഈ ഒരു കവർ പേജ് നല്ല ആ ഒരു ഫ്ലെക്സിബിളായിട്ടാണ്, അത് നമുക്ക് കൈകൊണ്ട് സുഖമായിട്ട് വളയ്ക്കാനൊക്കെ പറ്റും. അതായത് ഇത് നമ്മൾ ഒത്തിരി ദിവസം ഇങ്ങനെ തുറക്കാൻ മടക്കി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഒരു പാട് വരും. അത് നമുക്കറിയാം, നമ്മൾ പണ്ട് പഠിക്കുന്ന ടെക്സ്റ്റൊക്കെ ഏകദേശം ഇതണക്കായിരുന്നു. അതണക്ക് തന്നെ ഈ ഒരു അറ്റ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഏകദേശം മടങ്ങിയൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മടക്കൽ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇവന്മാർ ഷിപ്പിംഗ് ചെയ്തപ്പോഴേ ഇതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് പറക്കി ഇട്ടിട്ടൊക്കെ വരുന്നതിൻ്റെ ഒരു ലക്ഷണമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അകത്തോട്ടൊന്നും വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി പേപ്പറിൻ്റെ ക്വാളിറ്റിയിലോട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ഉള്ളിലോട്ടുള്ള പേപ്പർ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അപ്പം എന്തായാലും ആ ഒരു പേപ്പർ ക്വാളിറ്റിയൊക്കെ നല്ലോണം അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പേജിൻ്റെ കാര്യത്തിലോട്ട് വരാൻ എനിക്കിതൊരു 300-350 പേജ് അങ്ങോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വേർഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു പേപ്പർ ബാക്ക് വെർഷനകത്തും അത്രയും കറക്റ്റ് തന്നെ കിട്ടുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം നമ്മൾ ചുമ്മാ വീട്ടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ എടുത്തിട്ട് റെഗുലർ യൂസ്, അതായത് എപ്പോഴും ബാഗിനകത്തൊക്കെ ഇട്ട് കൊണ്ട് നടക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. സാധ്യതയല്ല, ഡാമേജ് ആവും, ഇത് ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ ഏകദേശം ഇങ്ങനെയാണ്, ഒരു 3-4 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു പരിപ്പളകും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ ഒരു ഹാർഡ് കവർ എന്നുള്ളൊരു വെർഷനൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ അത് നമുക്ക് വാങ്ങാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല. കാരണം ഏകദേശം ഒരു 11,000-12,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞുതരാം, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫസ്റ്റ് ഇപ്പോൾ കവർ പേജ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് പേജാണ് ഉള്ളത്. അതായത് ഇച്ചിരി ക്വാളിറ്റി കുറവാണ്. പക്ഷേ ആ ഒരു ഹാർഡ് കവറിലോട്ട് വരുമ്പം ബൈൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഒരിക്കലും മടങ്ങത്തില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഡാമേജിങ് സാധ്യത അവിടെ കുറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ അത്രത്തോളം ഒരു ക്വാളിറ്റി കൂടുതൽ ആ ഒരു വെർഷനകത്ത് ഉണ്ട്. അപ്പം വാങ്ങുന്നവർക്ക് ചൂസ് ചെയ്യാം, അത് വേണോ അതോ ഈ ഒരു പേപ്പർ ബാക്ക് വെർഷൻ വേണോ എന്ന്. എനിക്ക് കൂടുതലും ആൾക്കാർക്ക് വാങ്ങാൻ ഇത് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഇത് തന്നെയായിരിക്കും. കാരണം ഇത് ഒരെണ്ണം വാങ്ങുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വേറെ കോമിക്സൊക്കെ വാങ്ങാം. പക്ഷേ ആ ഒരു ഹാർഡ് കവർ വെർഷൻ വാങ്ങുവാണെങ്കിൽ ആ ഒരു പൈസയ്ക്ക് നമുക്ക് 3-4-5 സീക്രട്ട് വാർസ് അല്ലെങ്കിൽ മറ്റ് കോമിക്സൊക്കെ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. അപ്പം ഫ്രണ്ടും ബാക്കൊക്കെ ഏകദേശം നല്ല സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഒരു കോമിക്ക്, അതായത് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കോമിക്കിനകത്ത് ഈ ഡാമേജ് വന്നിട്ടുള്ളത് ഈ ഒരു ഷിപ്പിങ്ങിനകത്ത് സംഭവിച്ചിട്ടുള്ള മാത്രമാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതായത് ഈ ഒരു അറ്റം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് മടങ്ങിയിട്ടുള്ളൊരു പാട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ ക്വാളിറ്റിക്ക് അത്യാവശ്യം നല്ലോണം തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കളറും കാര്യങ്ങളും, അതുപോലെ തന്നെ അകത്ത് പേജസിന് വേറെ ഡാമേജസോ അതേപോലെ സ്ക്രാച്ചോ അങ്ങനെയുള്ള കളറും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവം വാങ്ങുന്നെങ്കിൽ മാക്സിമം ആമസോണിൽ നിന്ന് തന്നെ വാങ്ങാൻ നോക്കണം. പക്ഷേ ആമസോണിൽ നിന്ന് എടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഇതാണ്, അതായത് പാക്കേജ് ചെയ്ത് വരുന്ന സമയത്ത് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് എറിഞ്ഞ് വരുമ്പോഴത്തേക്കിൻ്റെ അറ്റത്തൊക്കെ ചെറിയ മടക്കും കാര്യങ്ങളൊക്കെ വീടിന് വരുന്നുണ്ട്. ഇത് ഞാൻ വേറെ റിവ്യൂവിനകത്തൊക്കെ നോക്കിയപ്പോൾ ചിലർ മെയിൻലി ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബുക്ക് ഇങ്ങനെ നല്ലോണം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പറൊക്കെ ഇളകി വരുമെന്ന് ഒരു ചിലർ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഇനി സംഭവിക്കുമെന്ന് അറിയത്തില്ല. ചിലർക്ക് ഇത് കിട്ടുന്ന സമയത്ത്, അതായത് ഒരു ഷിപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഈ പേപ്പറൊക്കെ ഇളകിയിരുന്ന ഒരു അവസ്ഥ ചിലർ ഇതിനകത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഈ ഒരു ആമസോൺ നോക്കി, അതായത് ഈ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള കോമിക്സും കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് വായിക്കാൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് വാങ്ങിക്കാവുന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലൊക്കെ പോയി ഡൗൺലോഡ് ചെയ്ത് സുഖമായിട്ട് വായിക്കാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതണക്കിന് വേറെ കോമിക്സൊക്കെ വാങ്ങുവാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഇടാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നിന്നിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.